ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ. കാലിക്കറ്റ് തന്നെയാണ് ഞാൻ പഠിച്ചതും, അവിടെ തന്നെ ജോലി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെറ്റപ്പിൽ വർക്ക് ചെയ്യാൻ വരുന്നത്. കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല, ഒന്നും നോക്കാണ്ടില്ല, ഒരു മൈൻഡിൽ വന്നതാണ്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്, അതിൽ തന്നെ കിട്ടി. ഞാൻ വിചാരിച്ചത് കിട്ടൂല എന്ന്, കാരണം സയൻസ് ടച്ച് വിട്ടതുകൊണ്ട് തന്നെ. ക്ലാസ് ഒക്കെ ആണെങ്കിലും നല്ലൊരു വൈബായിട്ട് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത്. നല്ല ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹായ് ഓൾ, നമ്മളിപ്പോൾ ഒരു പ്രൗഡ് മൊമെൻറ്റിലാണുള്ളത്. കോറോ ഹെൽത്ത് കൊച്ചിയിൽ 3 to 4 days ബിഫോർ കാർഡിയ കോഴിക്കോടിൽ വെച്ചിട്ട് പ്ലേസ്മെൻറ്റ് ഡ്രൈവ് കണ്ടക്ട് ചെയ്തിരുന്നു. മോർ ദാൻ 50+ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതിൽ 30+ സ്റ്റുഡൻസിൻ്റെ ജോയിനിങ് ഡേറ്റ് ആണ് ഇന്ന്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെ ജോയിനിങ് ഡേറ്റ് നെക്സ്റ്റ് വീക്കിലായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയും അവർ ഇനിയും ഇന്റർവ്യൂവിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ആദില ഏതായിരുന്നു ബ്രാഞ്ച്? കോഴിക്കോട്. മിസ്റ്റിയ, കാലിക്കറ്റ് ബ്രാഞ്ച്. ഓക്കെ. എൻ്റെ പേര് മുസിന, ഞാൻ കാലിക്കറ്റ് ബ്രാഞ്ചാണ്, BA ഇംഗ്ലീഷ് ഡിഗ്രി. ഞാൻ ഐശ്വര്യ, BCom ആണ് പഠിച്ചത്, കാലിക്കറ്റ് ബ്രാഞ്ചാണ്. ഓക്കെ. എൻ്റെ പേര് ദിൽന, തിരൂർ ബ്രാഞ്ചാണ് പഠിച്ചത്, പാരാമെഡിക്കൽ. എൻ്റെ പേര് സുഹൈല, BA സോഷ്യോളജി, തിരൂർ ബ്രാഞ്ച്. എൻ്റെ പേര് ഐശാലിയ, BCom ആണ് പഠിച്ചത്, ഇവിടെ തിരൂർ ബ്രാഞ്ചിൽ. എൻ്റെ പേര് അഞ്ജു, BSc മാത്സ് ആണ് പഠിച്ചത്, കോട്ടയം ബ്രാഞ്ച്. എൻ്റെ പേര് മിസ്ന, തിരൂർ ബ്രാഞ്ചാണ് പഠിച്ചത്, BSc ബോട്ടറി. എൻ്റെ പേര് രസിക, തൃശ്ശൂർ ബ്രാഞ്ചിലായിരുന്നു, BSc ബയോടെക്നോളജി. ഓക്കെ. അപ്പോൾ രസിക, ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് MNCയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ഡേ? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സാറുമാരെല്ലാം പറഞ്ഞു തരുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ പ്ലേസ്ഡ് ആയിട്ടുള്ളത് നമ്മുടെ കോറോ ഹെൽത്ത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടിയതിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ, ഞാൻ മുന്നേ എക്സ്പീരിയൻസ്ഡ് ആണ്, ഹൈദരാബാദിലാണ് വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് നാട്ടിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് വേറൊരു കമ്പനി കിട്ടിയിട്ടുണ്ട്, അത് ചെന്നൈയിലായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ കൊച്ചി തന്നെ എനിക്ക് കിട്ടി. പിന്നെ അവിടെ നിന്നാണ് പറഞ്ഞത് ഇങ്ങനെ കാലിക്കറ്റിലേക്കും കൂടെ കിട്ടുന്ന ബ്രാഞ്ചിലേക്ക് മാറും. സോ ഐ ആം ഹാപ്പിയാണ്. കറന്റ് കഴിഞ്ഞിട്ടുള്ള ഡ്രൈവിലായിരുന്നു നിങ്ങളൊക്കെ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് ഒരാളൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത്. ഇന്റർവ്യൂ ആണെങ്കിലും നല്ല ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, വളരെ സിമ്പിൾ ആയിരുന്നു. അതെ. ഫസ്റ്റ് ഒരു എക്സാം ഉണ്ടായിരുന്നു, ഒരു മോക്ക് ഇന്റർവ്യൂ അല്ല, ഒരു എക്സാം ഉണ്ടായിരുന്നു. ഫസ്റ്റ് കാർഡിയത്തെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള, അതിലെല്ലാവരും സിമ്പിളായിട്ട് പാസ്സായി. സെക്കൻഡ് റൗണ്ട് ഒരു HR റൗണ്ട് ആയിരുന്നു, അതിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ കാർഡിയയിൽ പഠിച്ചതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒരാളൊന്ന് ഷെയർ ചെയ്ത്. ഞാൻ തിരൂർ ബ്രാഞ്ചിലായിരുന്നു. ക്ലാസ് ഒക്കെ ആണെങ്കിലും നല്ലൊരു വൈബായിട്ട് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത്. പിന്നെ മോക്കിലാണെങ്കിലും നമ്മൾ ആ ഒരു ഇത് വിട്ടിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ടുപോയി നമ്മളെ പെട്ടെന്ന് തന്നെ ഒരു എക്സാമിൽ പ്രിപ്പയർഡ് ആക്കി തന്നു. നല്ലൊരു മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെയാണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നല്ലോണം ഗൈഡ് ചെയ്ത് എല്ലാ ടീച്ചേഴ്സും നമുക്ക് ഇൻ്റർവ്യൂവിന് മുന്നേ ഉള്ള പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും എല്ലാം കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞെന്ന് അതുപോലെ ഗൈഡ് ചെയ്ത്. നിങ്ങൾക്കിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് മോസ്റ്റ് ഓഫ് ദം ആൾക്കാരും അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ പ്ലേസ്ഡ് ആവുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ നമ്മുടെ കാർഡിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ട് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്താണ് കാർഡിനോട് പറയാനുള്ളത്? ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കിട്ടിയതിൽ. ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ കിട്ടുന്നു. സോ താങ്ക് യു കാർഡിയ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വേറെയും കുറേ സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കാർഡിയൻസിനെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് കോറോ ഹെൽത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഓഫീസ് ആംബിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്? എൻ്റെ പേര് ജുബീരിയത്ത്, ഞാൻ കണ്ണൂർ കാർഡിയയിലാണ് പഠിച്ചിട്ടുണ്ടായത്. ഇവിടെ കോറോ ഹെൽത്തിൽ ഫസ്റ്റ് ഡേ ആണിന്ന്. ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നൈസാണ്. സാറുമാരൊക്കെ നല്ല സപ്പോർട്ടീവാണ്, എന്ത് ചോദിച്ചാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നൊക്കെ ഉണ്ട്. എൻ്റെ പേര് വൈഷ്ണവ്, ഞാൻ കണ്ണൂർ കാർഡിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇൻ്റർവ്യൂ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു, അതിൽ തന്നെ കിട്ടി. ഞാൻ അഭിഷേക്, കണ്ണൂർ കാർഡിയയിലാണ് പഠിച്ചത്. ഞാൻ BBA കഴിഞ്ഞതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെറ്റപ്പിൽ വർക്ക് ചെയ്യാൻ വരുന്നത്, അതുകൊണ്ട് പുതിയൊരു എക്സ്പീരിയൻസ്. എൻ്റെ പേര് സന, ഞാൻ കാലിക്കറ്റ് ബ്രാഞ്ചിലാണ് പഠിച്ചത്. ഞാൻ MA ഇംഗ്ലീഷ് കഴിഞ്ഞതാണ്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്, അതിൽ തന്നെ കിട്ടി. സോ ഹാപ്പി. എൻ്റെ പേര് ഷെറിൻ, ഞാൻ കാലിക്കറ്റ് കാർഡിയയിലാണ് പഠിച്ചത്. ഞാൻ BA സോഷ്യോളജിയാണ് എടുത്തത്. പക്ഷേ ഇൻ്റർവ്യൂ ഒന്നും വലിയ പ്രശ്നമില്ലാണ്ട് പാസ്സാകാൻ പറ്റിയ സെലക്റ്റായി. എൻ്റെ പേര് ഫർസീന, ഞാൻ കാലിക്കറ്റ് കാർഡിയയിലാണ് പഠിച്ചത്. കാർഡിയ ത്രൂ ആണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കോറോ ഹെൽത്തിൽ കിട്ടിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
നിങ്ങൾക്ക് നമ്മൾ കാർഡിയ ത്രൂ വന്ന ജോബ് ഡ്രൈവിലാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ പ്ലേസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾ കാലിക്കറ്റിലാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇപ്പോൾ നമ്മൾ കൊച്ചിയിലാണ് ട്രെയിനിങ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാലിക്കറ്റ് അല്ലേ ചൂസ് ചെയ്തിട്ടുള്ളത്? കാലിക്കറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത്. ഇൻ്റർവ്യൂസ് ബേസിക്കലി 2 റൗണ്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു അസസ്മെൻറ്റ് റൗണ്ടും പിന്നെ ടെക്നിക്കൽ റൗണ്ടായിരുന്നു. ടെക്നിക്കൽ റൗണ്ട് HR റൗണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടി. ജോയിനിങ് ഡേറ്റും പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു. ഒരു ലാഗോ കാര്യങ്ങളൊന്നും അതിലുണ്ടായിരുന്നില്ല. സോ നമ്മളിനി 2 months ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 to 3 months കൊച്ചിയിലായിരിക്കും ട്രെയിനിങ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഞങ്ങൾ കാലിക്കറ്റ് ചൂസ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ കാലിക്കറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നാട്ടിൽ പഠിച്ച് നാട്ടിൽ തന്നെ ജോബ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് ഉള്ളവരാണ്, നിങ്ങളിപ്പോൾ കാലിക്കറ്റ് ബ്രാഞ്ചിൽ പഠിച്ചു, കാലിക്കറ്റ് തന്നെ നിങ്ങൾക്ക് ജോബും കിട്ടി. അപ്പോൾ അതിന് കാരണക്കാരായ കാർഡിയോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് നന്ദിയുണ്ട്. കാലിക്കറ്റ് തന്നെയാണ് ഞാൻ പഠിച്ചതും അവിടെ തന്നെ ജോലി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ കാർഡിയ. അപ്പോൾ നമുക്ക് ഇന്ന് കോറോ ഹെൽത്തിൽ ജോയിൻ ചെയ്ത കുറച്ച് ആളുകളെയും കൂടെ നമ്മളടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം കുറച്ചൊന്ന് ഇരുട്ടായിട്ടുണ്ട്. അവർക്ക് ഫസ്റ്റ് എയ്ഡ് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ജോയിനിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, അതോടൊപ്പം നമ്മുടെ കോഴ്സിൻ്റെ അവർക്കുണ്ടായ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവർ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ജംഷീറ. ഞാൻ വണ്ടൂർ അംബേദ്കർ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞതാണ്, BA ഇംഗ്ലീഷ് വന്നു. പിന്നെ അതിനുശേഷം കാർഡിയ മഞ്ചേരിൻ്റെ മെഡിക്കൽ കോഡിങ് 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഇൻ്റർവ്യൂ ഒരു 4 ദിവസം മുന്നേ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടിപ്പോൾ കൊച്ചി കോറോ ഹെൽത്തിൽ പ്ലേസ്ഡായി. ഞാൻ ഫാത്തിമ സയ്യിദ. ഞാൻ BSc കെമിസ്ട്രി ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് 1 year ഗ്യാപ്പ് എടുത്തിട്ടാണ് മെഡിക്കൽ കോഡിങ് കാർഡിയയിൽ പഠിച്ചത്. കഴിഞ്ഞ കോറോ ഹെൽത്തിൻ്റെ ഡ്രൈവിൽ ഇവിടെ കോറോ ഹെൽത്ത് കാലിക്കറ്റിൽ പ്ലേസ്ഡായി. എൻ്റെ പേര് ശ്രേയ. ഞാൻ BA എക്കണോമിക്സ് ആണ് പഠിച്ചത്. മഞ്ചേരി കാർഡിയയിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടുന്ന് ക്ലാസ്സൊക്കെ വളരെ നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ അവിടെ ഇൻ്റർവ്യൂ വന്നപ്പോൾ ഇവിടെ അറ്റൻഡ് ചെയ്തു, കാലിക്കറ്റിൽ പ്ലേസ്ഡായി. എൻ്റെ പേര് ഐഷ സന. ഞാൻ ഗ്രാജുവേഷൻ കെമിസ്ട്രിയാണ്. ഞാൻ മഞ്ചേരി കാർഡിയ ബ്രാഞ്ചിൽ നിന്നാണ് മെഡിക്കൽ കോഡിങ് പഠിച്ചത്. അവർ ത്രൂ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കോറോ ഹെൽത്തിൽ ജോയിൻ ചെയ്യാനും പറ്റിയത്. നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ പേര് നിസ്മ. ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു പഠിച്ചിരുന്നത്. അതിനുശേഷം മെഡിക്കൽ കോഡിങ് കാർഡിയ മഞ്ചേരിയിൽ നിന്ന് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ കോറോ ഹെൽത്ത് ഡ്രൈവിൽ നിന്ന് പ്ലേസ്ഡ് ചെയ്തു. എന്തായാലും നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം പെട്ടെന്നൊരു വേക്കൻസി നമുക്ക് നിയറസ്റ്റ് ലൊക്കേഷനിൽ വരികയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയായിരുന്നു ഒന്ന് പറയാം? ഇൻ്റർവ്യൂ കാര്യമായിട്ട് 2 റൗണ്ടാണ് ഉണ്ടാകുക. ടെക്നിക്കലും അസസ്മെൻറ്റ് റൗണ്ടാണ് ഉണ്ടാകുക. അസസ്മെൻറ്റ് റൗണ്ടിൽ ഫസ്റ്റ് അസസ്മെൻറ്റ് റൗണ്ടാണ്. അസസ്മെൻറ്റ് റൗണ്ടിൽ നമുക്കൊരു ടെസ്റ്റ് ഉണ്ടാകും. അത് ക്യാച്ചപ്പ് ചെയ്യാൻ സുഖമാണ്. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അധികം ഉണ്ടാകുക. പിന്നെ ഇൻ്റർവ്യൂ സെക്ഷന് അതും നമ്മൾ കോൺഫിഡൻറ്റോട് കൂടി പറഞ്ഞാൽ എന്തായാലും ഷുവറായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ടീച്ചേഴ്സൊക്കെ ഒരുപാട് സപ്പോർട്ടീവാണ്. ഷുവറായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജോബിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായ കമ്പനി അടക്കം പറഞ്ഞതാണ് CPC ഹോൾഡേഴ്സിനാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു CPC എക്സാം എഴുതുന്നതിലേക്ക് നിങ്ങൾ എത്തിയതും അതുപോലെ എക്സാമിന് നിങ്ങളെ റിസൾട്ടിൻ്റെ കാര്യങ്ങളും നല്ലൊരു സ്കോറിൽ നിങ്ങൾക്ക് പാസ്സാവാനൊക്കെ പറ്റിയേ. അപ്പോൾ നിങ്ങൾ ആ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ കോഴ്സ് കഴിഞ്ഞ് എങ്ങനെ എക്സാം ഡേറ്റ് എടുത്തിരുന്നു. മോക്ക് ചെയ്ത ടൈമിലൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഗാർഡിയൻ സൈഡിൽ നിന്ന്. ടീച്ചേഴ്സ് ആയാലും എപ്പോൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു. എക്സാം അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റി. ഓവറോൾ ഈ ഒരു മെഡിക്കൽ കോഡിംഗ് കോഴ്സിന് വന്നൊരു സിറ്റുവേഷനും ആ ഒരു 3 മാസത്തെ എക്സ്പീരിയൻസുകളൊന്ന് ഷെയർ ചെയ്യും. എനിക്ക് 10 വരെ സയൻസ് ബയോളജി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡിഗ്രി BA എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ ടച്ച് വിട്ടുപോയി. പിന്നെ കോഡിങ് പഠിക്കാൻ തന്നെ വെച്ചു സയൻസിനോടുള്ള ഇഷ്ടം കൊണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് കിട്ടൂല എന്ന്, കാരണം സയൻസ് ടച്ച് വിട്ടതുകൊണ്ട് തന്നെ. പക്ഷേ ടീച്ചേഴ്സും സാറും എല്ലാം നല്ല സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുതിയെടുക്കാൻ പറ്റി. നിസ്മ, ഇന്നത്തെ ഒരു ജോയിനിങ് പ്രൊസീജിയറിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ഒരു ഐഡിയ ഒന്ന് പറയാം. ഇന്ന് മെയിനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോൺട്രാക്റ്റ് സൈനിങ് ആയിരുന്നു. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്ത് പിന്നെ സൈൻ ചെയ്യിപ്പിച്ചു. പിന്നെ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം, കാരണം ഒരു കമ്പനീനെ കുറിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ സാലറി അക്കൗണ്ട് ഞങ്ങൾക്ക് എടുത്തു തന്നു.
അത് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളെന്തായി ഇന്ന് നിങ്ങളെ ജോയിനിങ് പ്രോസസ്സ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പെട്ടെന്നൊരു ജോബ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? വീട്ടിലെല്ലാവരും ഹാപ്പിയാണ്. ഇത് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വളരെ പെട്ടെന്നായി പോയി പറയാം. കാരണം എൻ്റെ ഇവിടെ കൊറോളത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ ഡേറ്റ് ശരിക്ക് ഈ ഒരു അല്ലായിരുന്നു. കാരണം നമുക്ക് 31st ആണ് ഈ ഒരു ഇൻ്റർവ്യൂ വന്നത്, പക്ഷെ എൻ്റെ ഡേറ്റ് അതല്ലായിരുന്നു. ഫ്ലഡിൻ്റെ ഇഷ്യൂസൊക്കെ ആയിട്ട് കുട്ടികൾ കുറഞ്ഞുകൊണ്ട് എന്നെ പെട്ടെന്ന് തലേന്നിട്ടതാണ്. അപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല, ഒന്നും നോക്കാനില്ല ആ ഒരു മൈൻഡിൽ വന്നതാണ്. അങ്ങനെ സെലക്ട് ആയി, അതും 4 ദിവസം കൊണ്ട് വന്നിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എക്സൈറ്റ്മെൻ്റ് ആണ്, പേടിയാണ്, എന്താണെന്ന് അറിയില്ല. വീട്ടിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയി. ഞാൻ കുറേ ഡേറ്റ് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ സാറിനോടൊക്കെ ഞാൻ ചോദിച്ചതായിരുന്നു. തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഒരു 5-ാം ദിവസം തന്നെ ജോയിനിങ് പറഞ്ഞപ്പോൾ ആൾ ഓൾറെഡി എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ട ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള ഒരു സ്റ്റാർട്ടിങ് കരിയർ, അതിനൊരു സമയം. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ CPC റിസൾട്ട് വന്ന് അന്ന് വൈകുന്നേരം പറഞ്ഞ് പിറ്റേ ദിവസം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്ത ആളുകളുണ്ട്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ബി അലേർട്ട്, എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ചാൻസ് വരാം. നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസുകളുണ്ട്. അതിൽ ഒരു ചെറിയ ഉദാഹരണം കൂടെയാണ്, വളരെ പെട്ടെന്നാണ് നിങ്ങൾക്ക് ജോയിനിങ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കിട്ടിയ ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കോഡിങ് കരിയറിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുത്തിട്ട് അവിടുന്ന് നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. ഇനി ഓൾറെഡി നമുക്കറിയാം ഈ കമ്പനീൻ്റെ ട്രെയിനിങ് ആണ് നമുക്ക് ഇനീഷ്യലി കൊച്ചിയിൽ വരുന്നത്. 1-2 മാസങ്ങൾക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കൊച്ചിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാമെന്ന് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, പോയിട്ട് കാലിക്കറ്റ് നിയറസ്റ്റ് ലൊക്കേഷൻ തന്നെയാണ് വരിക. നാട്ടിൽ നിന്ന് പോയിട്ട് വന്നിട്ടൊക്കെ ജോബ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രെയിനിങ് ഒക്കെ നല്ല രൂപത്തിൽ ഉഷാറാക്കിയിട്ട് നിങ്ങളെ കരിയർ ഇതിൽ വീണ്ടും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് സഞ്ചരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.